ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഡമോസ് സെറ്റിലെ ഫിസിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ഏത്? ഓപ്ഷൻ സി കെൽവിനാണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ജലത്തിന്റെ സാന്ദ്രത, വാട്ടറിന്റെ ഡെൻസിറ്റി, അത് പലർക്കും അറിയില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എ 1000 kg/m³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, ലെങ്ത്തിന്റെ SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി മീറ്റർ ആണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് അതെല്ലാവർക്കും അറിയാം, കിലോഗ്രാം ആണ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ്. ഒരു ക്വിൻ്റൽ എത്ര കിലോഗ്രാം എന്നാണ് ചോദ്യം. അത് ടെക്സ്റ്റ് ബുക്കിലൊരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ആ ബോക്സ് എല്ലാവരും പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി 10⁻² ആണ് കറക്റ്റ് ആൻസർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? ഇതും ഒരു ബോക്സിൽ തന്നിട്ടുണ്ടാകും, ഈ ഒരു ഭാഗവും കൂടി പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ സി 10⁻⁻9 ആണ് അതിൻ്റെ ആൻസർ. ഒരു ശരാശരി സോളാർ ദിനത്തിന് എത്ര ഭാഗമാണ് ഒരു സെക്കൻഡ്? ഓപ്ഷൻ സി 1/86,400 ഭാഗമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വ്യുൽപ്പന്ന യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി മീറ്റർ സ്ക്വയർ ആണ് അതിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സാന്ദ്രതയുടെ യൂണിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, kg/m³. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം ബാക്കിയെല്ലാം മിക്സ്ഡ് ആയിട്ടാണ്. ഇത് യൂണിറ്റ് എഴുതുകയാണെങ്കിൽ യൂണിറ്റ് എഴുതണം, അല്ലെങ്കിൽ സിമ്പിൾ യൂസ് ചെയ്യണം എന്നൊരു റൂളുണ്ട്. ആ റൂൾ പ്രകാരം ഓപ്ഷൻ ഡി ആണ് അതിലെ കറക്റ്റ് ആൻസർ. അതുകൊണ്ട് എല്ലാവരും റൂൾസ് ഒക്കെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എല്ലാതും ലെങ്ത്തിന്റെ വേറെ വേറെ യൂണിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് നാനോമീറ്റർ ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നു. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. സാന്ദ്രത കണ്ടെത്തുന്ന ഏത് സമവാക്യം ഉപയോഗിച്ചാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മാസ് ബൈ വ്യാപ്തം, മാസ് ബൈ വോളിയം ഉപയോഗിച്ചാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് ഉടലെടുത്ത ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉപ്പ് ജലത്തിൽ ലയിപ്പിച്ചാൽ ജലത്തിന്റെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കും? ജലത്തിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. പാസക് എന്നത് എത്ര പ്രകാശവർഷമാണ്? പാസക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആംബിയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. ഒരു സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1 മില്ലിമീറ്റർ ആണ് ഒരു സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഏത്? അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷേ അത് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. റൂൾസ് പഠിക്കുന്ന ടൈമിൽ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ വോൾട്ട് ആണ്. പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ല, റൂൾസ് പറയുന്ന ടൈമിൽ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, പ്രകാശവർഷം എന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി ദൂരം അളക്കാനാണ് ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഓപ്ഷൻ ഡി kWh. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അളവുകളും യൂണിറ്റുകളും എന്ന ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും ആരും മറക്കല്ലേ.